എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിന് നമ്മുടെ ആർമി കഴിഞ്ഞ ആഴ്ചയിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടെ പകരം വീട്ടിയിരിക്കുകയാണ്. നല്ലൊരു ആൻസറായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ടെററിസ്റ്റുകളെ സംബന്ധിച്ച് എന്നെന്നും ഓർമ്മിക്കാവുന്ന ഒരു മറുപടിയാണ് കിട്ടിയത്. പാകിസ്ഥാനിലുള്ള 9 ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ ആക്രമിച്ച് ധാരാളം പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ടെററിസ്റ്റുകളെയാണ് നമ്മുടെ ആർമി വകവരുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ കണ്ടിരുന്നു. ചതിയന്മാരായിട്ടുള്ള പാകിസ്ഥാൻ ആർമി ഇന്ത്യക്ക് നേരെ പലതരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നിരുന്നു. ഡ്രോൺ അറ്റാക്ക്, മിസൈൽ അറ്റാക്ക്, പലതരത്തിലുള്ള അറ്റാക്കിന് മുതിർന്നിരുന്നു. പക്ഷെ നമ്മുടെ ആർമിയുടെ മുമ്പിൽ, നമ്മുടെ ആർമിയുടെ കോൺഫിഡൻസിന് മുമ്പിൽ, നമ്മുടെ ഡിഫൻസ് എക്യുപ്മെൻറ്റുകളുടെ മുമ്പിൽ ഇതൊക്കെ പരാജയപ്പെടുകയാണുണ്ടായത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരാഴ്ച. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറോട് കൂടിയാണ് ലോകം ഇന്ത്യയുടെ മിലിറ്ററി സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞത്. വളരെ പ്രിസിഷൻ എക്യുപ്മെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു പോറൽ പേലും ഏൽക്കാതെ ടെററിസ്റ്റുകളെ കൊന്നടക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ആർമി അവലംബിച്ചത്. അപ്പോൾ ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യാം, നമ്മുടെ എക്യുപ്മെൻറ്റുകളുടെ ടെക്നോളജിക്കൽ പവർ എന്തൊക്കെയാണെന്ന് ലോകം കണ്ട ഒരാഴ്ചയാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ കയ്യിൽ വളരെ കൊട്ടിഘോഷിക്കുന്ന, അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും കൊട്ടിഘോഷിക്കുന്ന എയർക്രാഫ്റ്റുകൾ, എക്യുപ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ എയർക്രാഫ്റ്റുകളും എക്യുപ്മെൻറ്റുകളൊക്കെ നമ്മുടെ സേനയുടെ മുമ്പിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതും കൂടി കണ്ടപ്പോൾ ഗ്ലോബലി ഇന്ത്യയുടെ മിലിറ്ററി സ്ട്രെങ്ത്തിനെ കുറിച്ച് എല്ലാ രാജ്യങ്ങൾക്കും ബോധ്യമായി. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്കും ബോധ്യമായി. അതോടൊപ്പം തന്നെ ചതിയന്മാരായ പാകിസ്ഥാൻ ആർമിയുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ അയൽക്കാരൊക്കെ ഉണ്ട്. ആ അയൽക്കാർക്കും ബോധ്യമായി നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻ്റ് അല്ല, ഇതിനേക്കാളും ബെറ്റർ എക്യുപ്മെൻ്റ് ആണ് ഇന്ത്യയുടെ കയ്യിലുള്ള കാര്യം മനസ്സിലാക്കിയത്. അപ്പോൾ അവർ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്നുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഒരു സീസ് ഫയർ ചോദിച്ചു വാങ്ങിയതിന് ശേഷം ഇന്നലെ വീണ്ടും പാകിസ്ഥാൻ ആർമി അവരുടെ തനി നിറം ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. സീസ് ഫയറിന് ശേഷം വീണ്ടും ഡ്രോൺ അറ്റാക്കിന് ശ്രമിക്കാനുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആർമി വളരെ വളരെ അലർട്ടാണ്. ഏത് തരത്തിലുള്ള ആക്ഷൻസ് വന്നു കഴിഞ്ഞാലും തിരിച്ചടിക്കാനായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറും അതിനുശേഷമുള്ള ഇവൻറ്റുകളും നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആർമിയെക്കുറിച്ച്, നമ്മുടെ ഡിഫൻസ് ഫോഴ്സിനെ കുറിച്ച്, നമ്മുടെ ആർമിയിൽ വർക്ക് ചെയ്യുന്ന, എയർഫോഴ്സിൽ, നേവിയിലൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാ സേനാംഗങ്ങളുടെ ആത്മവിശ്വാസത്തിലും അതുപോലെ തന്നെ അവരുടെ എഫേർട്ടിനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനായിട്ട്, നമ്മളെ രക്ഷിക്കാനായിട്ട് അവരെടുക്കുന്ന എഫേർട്ടിന് നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ സ്ട്രെങ്ത്. ഒപ്പം നമ്മുടെ ഗവൺമെൻറ് രാഷ്ട്രീയ ഭേദമന്യേ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എല്ലാവരും ഹോൾ ഹാർട്ടഡ് സപ്പോർട്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന് നൽകിയത്, അതിന് ശേഷമുള്ള ഇവൻറ്റുകൾക്കൊക്കെ നൽകിയത്. അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യ എന്ന രാജ്യമാണ് യഥാർത്ഥത്തിലൊരു മതേതരത്വ രാജ്യം എന്നുള്ളൊരു കാര്യം തിരിച്ചറിഞ്ഞൊരാഴ്ചയും കൂടിയാണ് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിൻ്റെ പവർ നമ്മളെ സംബന്ധിച്ച് അടുത്ത മാസങ്ങളിൽ, അടുത്ത വർഷങ്ങളിലൊക്കെ നമുക്ക് അതിൻ്റെ പവർ എൻജോയ് ചെയ്യാനോ അത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് വീണ്ടും വളരെ വളരെ അലർട്ടോട് കൂടിയിരിക്കേണ്ട ദിവസങ്ങളും കൂടി തന്നെയാണ്. കാരണം സീസ് ഫയറിന് ശേഷം വീണ്ടും ഒരു ചതിയാണ് പാകിസ്ഥാൻ നമ്മുടെ അടുത്ത് ചെയ്തത്. ഭാവിയിലും ഇത്തരത്തിലുള്ള ചതിയൊക്കെ അവരുടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പൊതുവെ ചതിയന്മാരാണ് പാകിസ്ഥാൻ ആർമി. പാകിസ്ഥാനിലെ ജനങ്ങളല്ല, അവർ നമ്മുടെ സഹോദരങ്ങളാണ്. തീർച്ചയായിട്ടും അവിടുത്തെ ആർമി
ഇത്തരത്തിലുള്ള ഹീനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആർമിയാണ്. നമ്മളോടായാലും മറ്റു അയൽ സംസ്ഥാനത്തുള്ള പല ആർമി ഇതെടുത്തും അവർ ഇത്തരത്തിലുള്ള ആക്ഷൻസൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മിലിറ്ററി സ്ട്രെങ്ത്തും നമ്മുടെ രാജ്യത്തിൻ്റെ സ്ട്രെങ്ത്തും പ്രൂവ് ചെയ്തൊരു ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാം. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ റിയാക്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ സൺഡേ പോഡ്കാസ്റ്റിൽ ഞാൻ പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തും സജസ്റ്റ് ചെയ്തിരുന്നു, തങ്ങളുടെ പോർട്ട്ഫോളിയോ വലുതാണെങ്കിൽ അറ്റ് ദ മണി നിഫ്റ്റി പുട്ട് ഓപ്ഷൻസ് മെയ് 29 അവസാനിക്കുന്ന അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് കോൺട്രാക്റ്റ്, വീക്കിലി കോൺട്രാക്റ്റ് അല്ലെങ്കിൽ മെയ് മാസത്തെ അവസാനത്തെ കോൺട്രാക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഹെഡ്ജ് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഹെഡ്ജ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വെള്ളിയാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അന്ന് തന്നെ പ്രോഫിറ്റ് എടുക്കാനുള്ളൊരു സജഷനൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ പ്രോഫിറ്റ് എടുത്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അവർ ഇരിക്കുന്നത്. കാരണം ഈ ഒരു സീസ് ഫയർ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിയാക്ഷൻ മാർക്കറ്റിലുണ്ടാവും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഒരുപക്ഷെ നാളെ കാണാനായിട്ട് സാധിക്കും. മറിച്ച് ഇന്ന് വൈകുന്നേരം വീണ്ടും പാകിസ്ഥാൻ ചതിയിലൂടെ വീണ്ടും ആക്രമണത്തിനൊക്കെ തുനിയാണെങ്കിൽ ഇന്ത്യൻ ആർമി വലിയ രീതിയിലുള്ള ഒരു റിപ്ലൈ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഒപ്റ്റിമിസം ഒന്നും ഉണ്ടാവണമെന്നില്ല. എന്നിരുന്നാലും ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മൾ ഈ ഒരു ഇവൻറ്റുകളുടെ ഇമ്പാക്റ്റ് നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ US പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ചയിൽ US-ഉം UK-യും തമ്മിൽ ട്രേഡ് താരിഫ് സൈൻ ചെയ്തിരുന്നു. ഈ ആഴ്ചയിൽ ചൈനയും US-ഉം തമ്മിൽ ട്രേഡ് താരിഫ് ഡീലൊക്കെ സൈൻ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പൊതുവെ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഒപ്പം നമ്മുടെ Q4 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. Q4 റിസൾട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകളുടെ ഓവറോൾ നമ്മളൊന്ന് വിശകലനം നോക്കിക്കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി എബോവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് മാർക്കറ്റിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഒപ്പം US-ൻ്റെ താരിഫ് റിലേറ്റഡ് ഡിസിഷൻസും ഒപ്പം നമ്മുടെ ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം അവസാനത്തിൽ നമ്മുടെ Q4 GDP ഡാറ്റയും വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻ നല്ല ഡാറ്റയായിരിക്കും, ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും GDP ഡാറ്റ Q4 GDP എന്നാണ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ മൺസൂൺ, ഈ വർഷത്തെ മൺസൂൺ ഏർലി മൺസൂണാണ് പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. മെയ് 27 കേരള തീരത്ത് മൺസൂൺ ആരംഭിക്കുന്നതാണ് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ മൺസൂണും നമുക്ക് എക്സസ് റെയിനാണ് നൽകിയത്. ഈ വർഷം നോർമൽ ടു എക്സസ് റെയിനാണ് പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. പൊതുവേ നമ്മുടെ എക്കണോമിക് ന്യൂസ് ഫ്ലോസ് അതുപോലെ തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ റുപ്പി ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യായിരുന്നു. US ഡോളർ മറ്റ് കറൻസികൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഡിപ്രീഷിയേറ്റ് തന്നെയായിരുന്നു. കാരണം അമേരിക്ക US ഡോളർ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അനുവദിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് അവരവരുടെ കറൻസി വീക്കൻ ചെയ്തിടാനുള്ള സാധ്യതകളാണ് കൂടുതൽ. അങ്ങനെ വരികയാണെങ്കിൽ എമർജിങ് മാർക്കറ്റ് കറൻസികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. കഴിഞ്ഞ 2-3 ആഴ്ചയൊക്കെ ആയിട്ട് എമർജിങ് മാർക്കറ്റ് കറൻസികളൊക്കെ US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് റാലി ചെയ്യാണ്. ഇന്ത്യൻ കറൻസിയും റാലി ചെയ്തിരുന്നു. വെള്ളിയാഴ്ച ഒരു ചെറിയ സെൽ ഓഫ് ഉണ്ടായിരുന്നു. അത് ഈ പഹൽഗാം റിലേറ്റഡ് ഇഷ്യൂസിൻ്റെ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. പക്ഷെ നാളെ അത് റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെയാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം ക്രൂഡ് ഓയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നൊരു കമ്മോഡിറ്റി. അപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരുന്നു. അതോടൊപ്പം തന്നെ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ ഡബിൾ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മുടെ എക്കണോമിക്ക് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കമ്മോഡിറ്റി ഗോൾഡാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഗോൾഡ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം നല്ല വൊളാറ്റിലിറ്റിയാണ് കണ്ടത്. പക്ഷേ നമ്മൾ അടുത്ത ഒരു ഷോർട്ട് ടു മീഡിയം ടൈമിൽ ഗോൾഡിൻ്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മോഡാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. $3,100 പെർ ഔൺസ് മുതൽ $3,500 പെർ ഔൺസ് വരെയുള്ള റേഞ്ചാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇഷ്യൂസ് ഡൈല്യൂട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ US താരിഫ് ഡീലുകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിൽ ഒരു ചെറിയ സെൽ ഓഫ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് വീക്ക്
വീക്ക് ടു വീക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ ബെറ്ററാണ്. $3,323 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് വീക്കായിട്ട് നോക്കുകയാണെങ്കിൽ അറൗണ്ട് $85 ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ അമേരിക്കൻ മാർക്കറ്റുകൾ കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി വീക്കാണ്. ഇന്ത്യൻ മാർക്കറ്റും വീക്കാണ്. അതേസമയം ജാപ്പനീസ് മാർക്കറ്റുകൾ ബെറ്ററാണ്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്ററൊക്കെ ആയിട്ടാണ് വീക്ക് ടു വീക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് നമ്മുടെ പഹൽഗാം റിലേറ്റഡ്, ഓപ്പറേഷൻ സിന്ദൂർ റിലേറ്റഡ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായിട്ടുള്ള നെഗറ്റീവ് ഇഷ്യൂസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ടെക്നോളജി സ്റ്റോക്കുകളും അമേരിക്കയിൽ റാലി ചെയ്തിരിക്കുകയാണ്. ആപ്പിളാണ് വളരെ താഴെ പോയിട്ടുള്ളൊരു സ്റ്റോക്ക്. മറിച്ച് മൈക്രോസോഫ്റ്റ് ലോകത്തിലെ മോസ്റ്റ് വാല്യുബിൾ കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് മൈക്രോസോഫ്റ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ആപ്പിളിന് സ്വല്പം നെഗറ്റീവാണ്. മൈക്രോസോഫ്റ്റ്, മെറ്റാ പ്ലാറ്റ്ഫോം ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പോൾ $3.25 ട്രില്യൺ ആണ്. അടുത്ത ദിവസങ്ങളിലും അടുത്ത മാസങ്ങളിലൊക്കെ മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. മാർക്കറ്റ് പ്രൈസ് കൂടും, അതിനനുസരിച്ച് വാല്യുവേഷനും കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പൊതുവേ ടെക്നോളജി രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ച് ഗവൺമെൻറ് പല ഡയറക്റ്റീവ്സ് ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഡയറക്റ്റീവ്സ് ഒക്കെ വളരെ പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന പല സെക്ടേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഡാറ്റാ സെൻറ്റർ സെക്ടേഴ്സ്. അപ്പോൾ ഡാറ്റാ സെൻറ്റർ സെക്ടേഴ്സിന് വലിയ ഇമ്പാക്റ്റ്, പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളായ ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ഈ 2E നെറ്റ്വർക്ക്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. അതോടൊപ്പം തന്നെ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള പല ന്യൂസ് ഫ്ലോസും വന്നുകൊണ്ടിരിക്കുകയാണ്. അഡാനി എൻ്റർപ്രൈസസ് ഹൈഡ്രജൻ ട്രക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അഡാനിയുടെ അണ്ടറിലുള്ള അഡാനി നാച്ചുറൽ റിസോഴ്സസ്, അതുപോലെ തന്നെ അഡാനി ന്യൂ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ഇവരൊക്കെയാണ് ഈ പ്രൊജക്റ്റിൽ പങ്കെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികൾക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള കേസുകളെല്ലാം തന്നെ അമേരിക്കയിൽ ഒരുപക്ഷെ വിഡ്രോ ചെയ്താക്കാന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഡാനി പവർ 2030 വരെ വലിയ രീതിയിലുള്ള കാപ്പക്സ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്ന കമ്പനികളാണ് അഡാനി എനർജി സൊല്യൂഷൻസ്, അതുപോലെ തന്നെ അഡാനി ഗ്രീൻ എനർജി, ഒപ്പം അഡാനി പോർട്ട്. ഈ ഡിഫൻസ് റിലേറ്റഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ലോകത്തിലെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു പോർട്ട് കമ്പനി സ്റ്റോക്കും കൂടി അഡാനി പോർട്ട്. അതോടൊപ്പം തന്നെ 19 പോർട്ടാണ്, 15 പോർട്ട് ഡൊമസ്റ്റിക്കും 4 പോർട്ട് ഇൻ്റർനാഷണലൊക്കെ ഉണ്ട്. അപ്പോൾ അഡാനി പോർട്ട്, അതുപോലെ തന്നെ അഡാനിയൊക്കെ വരുത്തുള്ള PSP പ്രൊജക്റ്റ്, ITT സിമെൻറ്റേഷൻ, അഡാനി അണ്ടറുള്ള ACC, അംബുജ സിമെൻറ്റ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നത് ടയർ സെക്ടർ, അതുപോലെ തന്നെ സിമെൻറ്റ് സെക്ടർ, അതുപോലെ തന്നെ പെയിൻറ്റ് സെക്ടർ സ്റ്റോക്കുകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് നല്ല ഡേയ്സാണ് ഹെഡ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഏഷ്യൻ പെയിൻറ്റ് വളരെ ബീറ്റൻ ഡൗണാണ്. ഗ്രാസിമിൻ്റെ കോമ്പറ്റീഷൻ വന്നതോടുകൂടി ഗ്രാസിമിൻ്റെ ബിർള ഓപ്പസ് ആണ് ഇത്തരത്തിലുള്ളൊരു പ്രൈസ് ഇറോഷൻ ഏഷ്യൻ പെയിൻറ്റിലൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ അത് ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ പിഡിലൈറ്റ്, അപ്പോളോ ടയർ, MRF, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, സിയറ്റ് ലിമിറ്റഡ്, JK ടയർ, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടാകുന്ന ഇടിവ് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഒപ്പം ഏപ്രിൽ മാസത്തെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ വന്നിരുന്നു. മ്യൂച്വൽ ഫണ്ട് AUM റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. 69.5 ലക്ഷം കോടി രൂപയാണ് മ്യൂച്വൽ ഫണ്ട് AUM വന്നിരിക്കുന്നത്. SIP വീണ്ടും പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. 26,632 കോടി രൂപയാണ് ഏപ്രിൽ മാസത്തെ SIP ഫിഗർ വന്നിരിക്കുന്നത്. SIP നമ്പർ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എക്സിസ്റ്റിംഗ് SIPക്കാർ അവരുടെ ടിക്കറ്റ് സൈസ് കൂട്ടിയിരിക്കുകയാണ്. ഇതും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ്. കാരണം മാർക്കറ്റിൽ എന്ത് തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇതൊന്നും വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഈ മ്യൂച്വൽ ഫണ്ട്
ഫണ്ട് ഇൻഫ്ലോ. അപ്പം ഏപ്രിൽ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ വന്നിരിക്കുന്നത് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്കാണ്. സാധാരണ രീതിയിൽ ഗ്ലോബലി വലിയ നെഗറ്റീവ് ഇവൻറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഡെറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അത്തരത്തിലുള്ളൊരു ഇവൻറ്റ് തന്നെയാണ് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലും വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഡെറ്റ് ഫണ്ടുകളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ വന്നിരിക്കുന്നത്. 2.19 ലക്ഷം കോടി രൂപയാണ് ഡെറ്റ് ഫണ്ടിലേക്ക് ഏപ്രിൽ മാസത്തിൽ ഇൻഫ്ലോ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് ഡാറ്റ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഈ ആഴ്ച ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്, ഇൻഫ്ലേഷനും അണ്ടർ കൺട്രോളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡാറ്റകൾ, എക്കണോമിക് ഡാറ്റകൾ, ഫോറക്സ് റിലേറ്റഡ് ഡാറ്റകൾ, ഇതൊക്കെ പോസിറ്റീവ് തന്നെയാണ്. ഇനി നമ്മൾ ഗോൾഡിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഗോൾഡിൻ്റെ പ്രൈസ് $3,100 ടു $3,500 പെർ ഔൺസ് വരെ ഫ്ലക്ച്വേറ്റ് ചെയ്യാന്നുള്ള കാര്യം. പക്ഷേ ഏപ്രിൽ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ വീണ്ടും വന്നിരിക്കുന്നത് ഗോൾഡ് ETF-കളിലേക്കാണ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ റീജിയൻ വൈസ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ റീജിയനിലാണ്. ഏഷ്യൻ റീജിയനിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിലെ ജനങ്ങളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ETF-കളിൽ, ഗോൾഡ് ETF-കളിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ മൈനർ ഔട്ട്ഫ്ലോ ആണ് നമ്മൾ ഏപ്രിൽ മാസത്തിൽ കണ്ടത്. പക്ഷേ ഓവറോൾ ഗ്ലോബൽ സിറ്റുവേഷൻ ഗോൾഡിന് വീണ്ടും ഫേവറബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് താഴെ വന്നു കഴിഞ്ഞാൽ വീണ്ടും റിക്കവർ ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ BSE എക്സലൻറ്റ് Q4 റിസൾട്ടാണ് പുറത്ത് വിട്ടിരുന്നത്. അതോടൊപ്പം തന്നെ 2:1 ബോണസ് ഉണ്ട്. 100 ഷെയറിന് 200 ഷെയർ ഫ്രീ ആയിട്ട് കിട്ടും. ഈ ബോണസിന് ശേഷം BSEയുടെ ഇക്വിറ്റി ക്യാപിറ്റൽ 81 കോടിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ചുകൾ തമ്മിലുള്ള ഒരു മത്സരം നോക്കുക, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ BSEക്ക് സ്ലൈറ്റ്ലി ഫേവറബിൾ ആണ് ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ. അതോടൊപ്പം തന്നെ BSEയുടെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് മാർക്കറ്റ് ഷെയറൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BSE ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ NSEയുടെ സ്റ്റോക്ക് ഗ്രേ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 1620 തൊട്ട് 1700 ലെവലിലൊക്കെയാണ് മാർക്കറ്റിൽ ട്രേഡിംഗ് നടക്കുന്നത്. NSEയുടെ സ്റ്റോക്ക് ഒരു പക്ഷേ അടുത്ത 2-3 മാസത്തിനുള്ളിൽ ലിസ്റ്റിങ്ങിനൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. സെബി ഫൈനൽ അപ്രൂവൽ കൊടുക്കുകയാണെങ്കിൽ ഇമീഡിയറ്റ് ലിസ്റ്റിംഗ് ഒക്കെ വന്നേക്കാം. 247.5 കോടി രൂപയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ. 1 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. 122 ബുക്ക് വാല്യൂ വരുന്നത്. പി റേഷ്യോ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ BSEയുടെ പി റേഷ്യോ 63 ആ ലെവലിലേക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും NSEയുടെ പ്രൈസ് ഒരു 3000-3100 ഒക്കെ വന്നേക്കാം. പക്ഷേ നമ്മൾ എക്സ് ബോണസിന് ശേഷം BSEയുടെ പ്രൈസ് അഡ്ജസ്റ്റഡ് ആവാതെ ആണെങ്കിൽ എക്സ് ബോണസിന് ശേഷം വരുമ്പോൾ 43-44 വരുള്ളൂ. ആ ലെവലിൽ NSEയുടെ ഒരു പ്രൈസ് വരികയാണെങ്കിൽ 2200-2400 ലെവലിലൊക്കെ ലിസ്റ്റിംഗ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് NSE. അപ്പോൾ NSE ഗ്രേ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഈ സ്റ്റോക്കുകൾ വാങ്ങാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ലോങ് റണ്ണിലേക്ക് ഈ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ Q4 റിസൾട്ടുകൾ ഇതുവരെ വന്നിട്ടുള്ള റിസൾട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ കൊറോമൻഡൽ ഇൻ്റർനാഷണൽ അഗ്രസീവായിട്ടുള്ള പല മൂവ്മെൻറ്റും അക്വിസിഷനൊക്കെ നടത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ്. മുരുകപ്പ ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ്. എക്സലൻറ്റ് റിസൾട്ടാണ്. അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചർ പ്ലാനുകളെല്ലാം തന്നെ വളരെ വളരെ ഫാബുലസ് പ്ലാനുകളാണ്. ഒപ്പം അവർ അക്വയർ ചെയ്തിട്ടുള്ള NACL ലിമിറ്റഡ് ഒരു ലോങ് റണ്ണിലൊരു മൾട്ടി ബാഗർ ഗെയിൻ നൽകാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കും കൂടിയാണ്. അതോടൊപ്പം തന്നെ ബജാജ് ഫിനാൻസ് 4:1 ബോണസും 2:1 സ്റ്റോക്ക് സ്പ്ലിറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോക്ക് ഒരു ഷെയർ 10 ഷെയറായിട്ട് മാറുകയാണ്. അപ്പോൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ Q4 റിസൾട്ട് നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കാണ് നെറ്റ്വെബ് ടെക്നോളജീസ്. LNT ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുപോലെ തന്നെ പല ബാങ്ക് സ്റ്റോക്കുകളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു മാർക്കറ്റ് അട്രാക്ഷൻ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം അഡാനി ഗ്രൂപ്പ് കമ്പനികൾ, നമ്മുടെ ഡിഫൻസ് റിലേറ്റഡ് മിസൈൽസ് കൂടുതലുണ്ടാക്കുന്ന ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ പാരാസ് ഡിഫൻസ്, നൈബ് ലിമിറ്റഡ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ മാർക്കറ്റിൽ ഒരു റിയാക്ഷൻ വരുന്ന അവസരങ്ങളിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപിക്കാനുള്ളൊരു അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ
നമ്മൾ ഇത്തരത്തിലുള്ള മാർക്കറ്റ് വൊളാറ്റിലിറ്റി വീണ്ടും വരികയാണെങ്കിൽ, മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ, തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ നിക്ഷേപിക്കാവുന്നതാണ്. ഇനി നമ്മുടെ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, റുപ്പി കഴിഞ്ഞ ആഴ്ചയിൽ 85.6 രൂപ പെർ ഡോളറിലാണ് ക്ലോസ് ചെയ്തത്. നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ബെറ്ററാണ് റുപ്പിയുടെ അവസ്ഥ. കാരണം ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്, ഒപ്പം അമേരിക്കയിൽ നിന്ന് വരുന്ന ന്യൂസ് ഫ്ലോസും പോസിറ്റീവാണ്. അപ്പോൾ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഇത് പൊതുവെ റുപ്പിയുടെ അപ്രീസിയേഷൻ ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡ് ഓയിലും ഗോൾഡൊക്കെയാണ്. അപ്പോൾ റുപ്പിയുടെ അപ്രീസിയേഷൻ ഏറ്റവും ഫേവറബിളായിട്ട് ബാധിക്കുന്ന ഇമ്പോർട്ടേഴ്സിനെയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. എല്ലാത്തിനും പുറമെ ഈ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന നമ്മുടെ ജനങ്ങൾക്ക് 1 ലക്ഷം കോടി രൂപ കയ്യിൽ വന്നു ചേരുകയാണ്. കാരണം ഇൻകം ടാക്സ് എക്സംഷൻ ലിമിറ്റ് 7 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. 1 ലക്ഷം കോടി രൂപയാണ് അവരുടെ കയ്യിൽ വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ ഈ കയ്യിൽ വന്നു ചേരാൻ പോകുന്ന എമൗണ്ടിൽ നിന്ന് നല്ലൊരു പെർസെൻറ്റേജ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം മറ്റ് ന്യൂസ് ഫ്ലോസ് പോസിറ്റീവായി വരികയാണെങ്കിൽ ഈ ഒരു ഇമ്പാക്റ്റും കൂടി മാർക്കറ്റിൽ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നിഫ്റ്റിയും സെൻസസും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്.